സ്വാതന്ത്ര്യത്തോടെ കർത്താവിൻ്റെ വാഗ്ദാന നാട്ടിലോട്ട് വന്നത്. അപ്പം അത് ഭയങ്കരമായൊരു ഒരു കുഞ്ഞിൻ്റെ ചോദ്യത്തിലാണ് വരുന്നത് ആ ചോദ്യം. അപ്പോൾ എല്ലാ അനുഷ്ഠാനങ്ങൾക്കും ഒരു ചോദ്യം ഒരു കുഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മോട് ചോദിക്കണം. നമ്മൾ ആ ചോദ്യം അതേ ഭയങ്കര രസകരമായ ചോദ്യമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 12:26-27. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങളുടെ മക്കൾ ചോദിക്കുമ്പോൾ പറയണം. ഇത് കർത്താവിന് അർപ്പിക്കുന്ന പെസഹ ബലിയാണ്. അവിടുന്ന് ഈജിപ്തിലുണ്ടായിരുന്ന ഇസ്രായേൽക്കാരുടെ ഭവനങ്ങൾ കടന്നുപോയി. ഈജിപ്തുകാരെ സംഹരിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ചു. അപ്പോൾ ജനം കുമ്പിട്ട് ദൈവത്തെ ആരാധിച്ചു. ഫറവോയുടെ കാലത്തുണ്ടായിരുന്ന അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അനുഭവങ്ങളാണ്. അത് പെസഹയായിട്ട് അവരെന്നും ആരാധിച്ചിരിക്കും. അങ്ങനെ ഒരു പെസഹ കാലത്താണ് യഥാർത്ഥ ദൈവത്തിൻ്റെ കുഞ്ഞാടായ ഈശോ അപ്പോസ്തലന്മാരുടെ കൂടെ പെസഹ ആചരിക്കാൻ വേണ്ടി അന്തത്താഴ തിരുവത്താഴ ശാലയിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. അവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദ്യം? ലൂക്കാ 22:11-13 വരെ. ആ വീടിന്റെ ഉടമസ്ഥനോട് പറയുക, ഗുരു നിന്നോട് ചോദിക്കുന്നു, എന്റെ ശിഷ്യന്മാരുടെ കൂടെ ഞാൻ പെസഹ ഭക്ഷിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവൻ നിങ്ങൾക്ക് ആ മാളിക മോള് ഒന്ന് സജ്ജീകൃതമാകും. പിന്നെ വിരുന്നുശാല. ഇപ്പോൾ കുറേ മറ്റ് വീടുകളിൽ നിന്നൊക്കെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ആംബിയൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണത്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. സഭയിൽ അപ്പം മുറുക്കെ ശുശ്രൂഷ നടത്തുന്നതിന് പ്രത്യേകമായ ഒരു സ്ഥലവും സജ്ജീകൃതമായ സ്ഥലവും അതിനുവേണ്ടി മാത്രമുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് ബിഷപ്പിൻ്റെ പ്രത്യേക അനുവാദം വാങ്ങിക്കാതെ നിങ്ങൾ വീടുകളിൽ കുർബാന അർപ്പിക്കരുതെന്ന് കാനല്ലൂരിലുള്ളത്. കാര്യം അത് അത്രയും അതിഭൗമവും അതേപോലെ ദൈവികവുമായ ഒരു വലിയ ശുശ്രൂഷയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സ്ഥലം, അതിനുവേണ്ടി മാത്രം ഒരുക്കിയ സജ്ജീകൃതമായ സ്ഥലം. അതിൻ്റെ പാരമ്പര്യമാണ്